നീതി നടപ്പിലാക്കാൻ ഏതറ്റവും പോകുമായി ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ആവശ്യം എന്തേ ഉള്ളൂ, പറ എന്താണ്? ഹബീബ റസൂലുള്ളാഹിയുടെ പേരക്കുട്ടിയാണ് ആര്? ഇമാം മഹ്ദി. എന്ത് നടപ്പിലാക്കുക? നീതി നടപ്പിലാക്കും. നീതി നടപ്പിലാക്കാൻ കഴിയും ചെയ്യും. നീതി നടപ്പിലാക്കാൻ കഴിയും. അതിന് അധ്വാനം ഉണ്ടാവില്ല. ഒരാളെ അല്ലാഹു തആല എന്തിന് നിയോഗിച്ചാൽ അത് അയാൾക്ക് എളുപ്പമായിരിക്കും. നിങ്ങളിൻ്റെ കൂടെ ഉണ്ടോ ആവോ? ഇപ്പൊ കേരളത്തിൽ ഒരു 26 മഹ്ദി ഇമാമിനെ എനിക്കറിയാം. കേരളത്തിൽ 26 മഹ്ദി ഇമാമിനെ കേരളത്തിൽ എനിക്കറിയാം. 27ാമത്തെ ആൾ പറഞ്ഞു, ഞാൻ ഇവന് ഒരു ഫോൺ ചെയ്തു, ഉസ്താദിന്റെ ഫോൺ എടുക്കണില്ല, ഞാൻ മഹ്ദി ഇമാം പറഞ്ഞു. ഞാൻ ഫോൺ ചെയ്തു, ഈ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവന് ഫോൺ ചെയ്തു. 27ാമത്തെ മഹ്ദി ഇമാം. അതൊരു രോഗമാണ്. രോഗം അതെ. മിഷിഹ രോഗം ക്രിസ്ത്യാനികൾക്കുണ്ട്. അതിന് ചികിത്സ ഉണ്ട്. അത് മാനസിക രോഗമാണ്. മിഷിഹ രോഗം. മിഷിഹ വരാനായിട്ടുണ്ട് എന്നാണ് ക്രൈസ്തവ വിശ്വാസം. അപ്പോൾ ഓരോരുത്തർക്കും തോന്നുന്ന എന്ത്? മിഷിഹ ഞാനാണ്. അയാളെ സാധൂകരിക്കുന്ന അടയാളം ഉണ്ടാവും. നേതാവ് എന്നാൽ ആരടോ? എന്താ നേതാവ് പറഞ്ഞാൽ എന്താ? നേതാവ് എന്ന് പറഞ്ഞാൽ, ഇന്ന് നേതാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ പെങ്ങളെയോ നമ്മളെ പെൺകുട്ടികളെയോ കെട്ടിക്കുന്ന സമയത്ത് നമ്മളെ പൊരിയിൽ വന്ന് കല്യാണത്തിന് കൂടി ഫോട്ടോക്ക് നിന്ന് തന്നാൽ അയാളുടെ പേരാണ് എന്ത്? നേതാവ്. MLA-മാരുടെ MP-മാരുടെ ഒക്കെ പണി തന്നെയാണ് എന്ത്? തിരുവനന്തപുരത്തൊക്കെ അങ്ങനെ ഒരു കഥലുമായ പണിയൊന്നും അവർക്ക് നടക്കൂല. പിന്നെ അവർക്ക് എവിടെ എന്ത് നടക്കും? വോട്ടെടുക്കൽ നടക്കും. പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനം പാർലമെന്റിൽ നടക്കുന്ന സമയത്ത് കല്യാണത്തിന് എന്ന അത്യാവശ്യ കാര്യത്തിന് പോയത് കൊണ്ട് അതിൽ പങ്കെടുക്കാൻ വരെ കഴിയാത്ത MP-മാർ നമ്മുടെ ക്ഷേത്രത്തിലുണ്ടായി. ഒരു കല്യാണത്തിന് പോയി എന്ന കാരണത്താൽ അവർക്ക് എന്ത്? കല്യാണമാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നേതാവ് എന്നാൽ അങ്ങനെയാണ്. ഞാനതാ പറഞ്ഞത്, ഈമാനോർപ്പില്ലാത്തവരുടെ ക്ലാസ്സിനെടുത്ത്. ഇതൊക്കെയാണ് ഇന്നത്തെ നേതാവ് എന്ന വാക്കിൻ്റെ അർത്ഥം. അതല്ല നേതാവ്. അങ്ങനത്തെ ഒരു മുസ്ലിം നേതാവിനെ നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് കാണിച്ചു തന്നാൽ അന്ന് ഞാൻ നിങ്ങളെ വീട്ടിൽ അടിമയായി പുറത്ത് നായ്ക്കളെ കെട്ടുന്ന കൂടിൻ്റെ അപ്പുറത്ത് കയറും കെട്ടിയിട്ട് ഞങ്ങൾക്ക് നിർത്താം. ഇന്ത്യ കാണിച്ചെന്നാൽ, ലോകത്ത് കാണിച്ചെന്നാൽ അത് നേതാവ്. അതാണ് നേതാവ്. മനസ്സിലാണ്ട് പറഞ്ഞത്. അപ്പം റസൂലുള്ളാഹി നേതാവാണ്. ആ നേതാവെന്ന വാക്കിൻ്റെ മാന പോലും ഇന്ന് നമുക്ക് അറിയില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ആ നേതാവ് എത്രയായിരിക്കും? പിന്നെ ആ നേതാവ് അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനും നേതാവാണ്. എന്താ നടക്കും? എന്ത് പറഞ്ഞാൽ നടക്കും. എന്തും നടക്കും. അല്ലെങ്കിലും പ്രശ്നത്തിൽ പോയി പറയാൻ കാരണം എന്തുകൊണ്ടാണ് ഒരാളൊരു പ്രശ്നം ഒരാളോട് പോയി പറയുന്നത്? പരിഹരിക്കപ്പെടാൻ. ശരി, എന്തുകൊണ്ടാണ് പരിഹരിക്കേണ്ടത്? അയാളോട് പോയി പറയാൻ കാരണം എന്താ? ഒരു പ്രശ്നം എന്നാൽ അതിൻ്റെ ആധാരം ഒരു അനീതിയായിരിക്കും. നീതി ഒരിക്കലും പ്രശ്നമാവും. നിങ്ങളിൻ്റെ കൂടെ വരണം. ഏത് പ്രശ്നമാണോ ഒരു പ്രശ്നമാണോ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഒന്നിരിക്കൽ ഒറിജിനൽ ഒരു അനീതി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സാങ്കല്പിക അനീതിയെങ്കിലും ഉണ്ടാകാതെ ഒരാൾക്ക് പ്രശ്നമാക്കാൻ കഴിയില്ല. ഒന്നിരിക്കൽ ഒറിജിനൽ അനീതിയായിരിക്കും, അല്ലെങ്കിൽ അനീതിയാണെന്ന് അയാളുടെ തെറ്റിദ്ധാരണ അയാൾക്കത് പ്രശ്നമുള്ളൂ. അത് നീതിയാണെങ്കിൽ അയാൾക്ക് പ്രശ്നമാണ്. അപ്പോൾ നീതിയുടെ ആവശ്യത്തിലാണ് ഒരാളോട് ഒന്നുകൂടി പറയും. നീതിയുടെ ആവശ്യത്തിലാണ് ഒരാളോട് പോയി ഒരു കാര്യം പരിഹരിക്കണം എന്നറിയാം. നേതാവ് എന്ന വാക്ക് ശരിക്കൊന്ന് രണ്ടോട്ടം പറഞ്ഞു നോക്കാം. നേതാവ്. നീതി നടത്തിത്തരുന്നവനാണ് ആര്? നേതാവ്. അതാണ് നേതാവ്. നീതി നടത്തിത്തരാൻ ആർക്കാ കഴിയുക? നീതി എന്താണെന്ന് അറിയില്ല. ഒരു നീതിമാൻ നിങ്ങളാരെയും കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നീതിബോധങ്ങൾക്കൊക്കെ ഉണ്ട്, അതുകൊണ്ടാവില്ല. ഞാൻ നിങ്ങളൊക്കെ കള്ളന്മാരാക്കി പറയണ്ട. നീതിബോധങ്ങൾക്കൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നീതിബോധം ഉണ്ടായിട്ട് എന്താ കാര്യം? നീതിബോധം നീതി നടപ്പിലാക്കി തരുന്ന ആളാണ് വേണ്ടത്. നീതിബോധം 800 ചില്ലാനും കൂടി ജനങ്ങൾക്ക് എന്തുണ്ടാവും? പറയുടെ ചെങ്ങായി, ഇന്നത്തെ വേറൊരു വിഷയം എന്താ? നീതി.
8 മണിക്ക് വയൽ തുടങ്ങി 10, 10:30, 11 മണി വരെ. 10 മണിക്ക് നിർത്തിക്കൊള്ളി ഉസ്താദ് പറഞ്ഞിട്ട് മൂപ്പർക്ക് പിന്നെയും നീതി അങ്ങോട്ട് പറഞ്ഞിട്ട് മൂപ്പർക്ക് കണ്ട് ഇഷ്ടം തീർന്നില്ല. മൂപ്പർ അങ്ങോട്ട് പറഞ്ഞ് പിന്നെയും 12, 1 മണി, 2 മണി വരെ എന്ത് നീതി പറഞ്ഞ് ചായയും വെള്ളമൊക്കെ കുടിച്ച് പിരിഞ്ഞ്. എന്ത് നടക്കൂല? നീതി നടക്കൂല. വേറൊന്നും പറയാം. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? നീതി നടക്കൂല. നീതിപീഠം, നീതിപീഠം. അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടാവും, അയാളാണ് നീതി നടത്തേണ്ടത്. നിങ്ങൾക്കൊക്കെ എന്തുണ്ട്? നീതി ബോധമുണ്ട്. അതിനെന്താ കാര്യം? പറഞ്ഞ മനസ്സിലായോ? നമുക്കൊക്കെ എന്തുണ്ട്? നീതി അതിനെന്താ കാര്യം? അതിനെന്താ കാര്യം? നീതി എന്ന വിഷയത്തിൽ തീസിസ് ചെയ്ത നീതി ഡോക്ടറേറ്റ് വാങ്ങിക്കും. നീതി ഒരു പുസ്തകം എഴുതി നീതി. എന്നിട്ട് എന്ത് ചെയ്തു? യൂണിവേഴ്സിറ്റി സമർപ്പിച്ച് ഡോക്ടറേറ്റ് വാങ്ങി. ഇപ്പം എന്തായി? നീതിയുടെ പേര് ഡോക്ടറേറ്റ്. ആ യൂണിവേഴ്സിറ്റിയിലെ ഓഫീസിൽ നീ പ്രസൻറ്റേഷൻ ചെയ്ത് ആ നീതിയുടെ ഏറ്റവും വലിയ പുസ്തകത്തെ ഏറ്റെടുത്ത് നിനക്ക് ഡോക്ടറേറ്റ് തന്ന അതേ ചേംബറിൽ പോലും നീതി നടപ്പിലാക്കാൻ അവിടെ നീതി ഉണ്ടാവും. ആ നീതി നടപ്പിലാക്കാൻ ഞങ്ങൾക്കോട്ട് അതാണ് നീതി കൊടുക്കേണ്ട ആൾ നേതാവ്. മനസ്സിലാണ്ട് പറഞ്ഞത്? ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുഴുവനും നീതി കൊടുക്കും. എന്തേ നീതി കൊടുക്കൽ? ഒരാൾക്ക് അയാളുടെ അർഹതയിൽ കൊടുക്കലാണ് നീതി. എല്ലാ കുരുവല കൊടുക്കലും അല്ല, അത് നീതിയല്ല. തിരിഞ്ഞില്ല. ചോറ് തീറ്റ തുടങ്ങിയ ചെറിയ 1 വയസ്സായ കുട്ടിയെ ചോറ് തീറ്റ ഇന്നലെ മിനിഞ്ഞാന്ന് പള്ളിക്കല ഉസ്താദിനെ വിളിച്ചിട്ട് എന്ത് ചെയ്ത് ചോറ് ചെറിയിലൊക്കെ തുടച്ചു കൊടുത്ത്. അങ്ങനെ ഉസ്താദാണ് ആദ്യത്തെ ചോറില കൊടുത്ത്. നല്ല കാര്യമല്ല, അറിഞ്ഞില്ല. അതേ അമ്മക്ക് തന്നെ 10 വയസ്സായൊരു മകനുണ്ട്, 16 വയസ്സായ മകനുണ്ട്, 22 വയസ്സായ മകനുണ്ട്. ആ ചെമ്പം മുഴുവൻ ബിരിയാണി കൊടുത്താലും തിന്നാ തീരാത്ത അത്ര പൂരിക്കാരനായ മക്കളൊക്കെ ഇവർക്കുണ്ട്. ഇവർക്കൊക്കെ 2 പ്ലേറ്റ് നിറയെ 1 പ്ലേറ്റ് വിളമ്പിയാൽ പിന്നെ വേണ്ടി വരും. ആ 1 പ്ലേറ്റിൻ്റെ അത്ര ഈ ഉമ്മ ഈ 1 വയസ്സായ കുട്ടിക്ക് വിളമ്പിയാൽ അതെന്താണ്? അത് അനീതിയെന്ന് മാത്രമല്ല, ഈ കുട്ടി ഒറ്റ ബിരിയാണി കൊണ്ട് ജീവൻ പോകും. നിങ്ങൾ ഇതിൻ്റെ കൂടെ എന്താ? നീതി എന്നാൽ എന്താണ്? ഈ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കേണ്ടതല്ല. പിന്നെ ഓരോരുത്തരുടെയും സാഹചര്യത്തിലും അനിവാര്യത്തിലും അളവിലും കൊടുക്കുന്നതാണ് എന്ത്? മനസ്സിലായില്ല? അതാണ് നീതി ആവുക. നീതി എല്ലാവർക്കും ഒരുപോലെ തന്നെ. ഇപ്പൊ ഉമ്മ നീതി ചെയ്തു. എന്ത്? 1 വയസ്സുകാരനെ വയറ് നിറച്ചു, 10 വയസ്സുകാരനെ വയറ് നിറച്ചു, 16 വയസ്സുകാരനെ വയറ് നിറച്ചു, 22 വയസ്സുകാരനെ വയറ് നിറച്ചു. അപ്പൊ വയറ് നിറക്കുക എന്ന കാര്യത്തിൽ ഉമ്മ എന്ത് ചെയ്തു? നീതി തന്നി. ഉമ്മ നീതി ചെയ്തു. പക്ഷെ പാത്രങ്ങൾ വ്യത്യസ്തമാണ്. അതിൻ്റെ ഒരു താഴെ ഒരു കുട്ടി ബിരിയാണിയെ കൊടുത്തിട്ടില്ല കാലം വരെ. ഇനി മുലക്കണ്ണ് മാത്രം കൊടുക്കണത് അനീതി ചെയ്തോ? ചെയ്തോ? ഇല്ല. കാരണം അത് അതിനും ഇപ്പൊ ചോറ് കൊടുത്താലാണ് എന്താവുക? അത് ചെയ്യാൻ പോവുക. അപ്പൊ 4 കുട്ടികൾക്ക് ചോറ് കൊടുത്ത് വ്യത്യസ്ത അളവിൽ ചോറ് കൊടുത്ത് ഉമ്മ നീതി ചെയ്തു. ഒരു കുട്ടിക്ക് ചോറേ കൊടുക്കാതെ നീതി ചെയ്തു. നീതി നീതി എന്ന് പറഞ്ഞാൽ അളവൊന്നാക്കലല്ല. മനസ്സിലാവേണ്ട പറഞ്ഞത്? ഓരോരുത്തരുടെയും അളവനുസരിച്ചും ഓരോരുത്തരുടെയും അർഹത അനുസരിച്ചും ഓരോരുത്തർക്ക് നൽകുന്നതാണ് എന്ത്? നീതി. ഹബീബാ നബി സയ്യിദാണ്, നീതിമാനാണ്, ലോകത്തിന്റെ നേതാവാണ്. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ആ ആളുടെ ബാക്കിലാണ് ലോകത്തൊക്കെ. ലോകം മുഴുവൻ നീതി നടക്കാൻ ആ മനുഷ്യനെ കഴിയുള്ളൂ. ആ മനുഷ്യനെ തറവാട് കൊണ്ട് തൊട്ട ഒരാളാണ് ഇവിടെ മഹ്ദി ഇമാം. എന്തിനാ വരുന്നത്? നീതി നടപ്പിലാക്കാൻ. യുദ്ധം ചെയ്യാൻ വരില്ല, ചിലപ്പോൾ യുദ്ധം ചെയ്യും. കാരണം നീതി നടപ്പിലാക്കാൻ ഏതറ്റവും പോവും. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. നീതി നടപ്പിലാക്കാൻ ഏതറ്റവും പോകുമായി ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ആവശ്യം എന്തേ ഉള്ളൂ? പറ എന്താണ്? ഹബീബ റസൂലുള്ളാഹിയുടെ പേരക്കുട്ടിയാണ് ആര്? ഇമാം മഹ്ദി. എന്താ നടപ്പിലാക്കുക? നീതി നടപ്പിലാക്കും. നീതി നടപ്പിലാക്കാൻ കഴിയും ചെയ്യും. നീതി നടപ്പിലാക്കാൻ കഴിയും. അതിന് അധ്വാനം ഉണ്ടാവില്ല. ഒരാളെ അല്ലാഹു തആല എന്തിന് നിയോഗിച്ചാൽ അതയാൾക്ക് എളുപ്പമായിരിക്കും. നിങ്ങളിൻ്റെ കൂടെ ഉണ്ടോ ആവോ? ഇപ്പൊ കേരളത്തിൽ ഒരു 26 മഹ്ദി ഇമാമിനെ എനിക്കറിയാം. കേരളത്തിൽ 26 മഹ്ദി ഇമാമിനെ കേരളത്തിൽ എനിക്കറിയാം. 27ാമത്തെ ആൾ ഞാനിവന് ഫോൺ ചെയ്തു. ഉസ്താദിന്റെ ഫോൺ എടുക്കണില്ല, ഞാൻ മഹ്ദി ഇമാം ഫോൺ ചെയ്തു. ഈ മൈക്കും കൊണ്ടിരിക്കണം.
അവന് ഫോൺ ചെയ്തു. 27ാമത്തെ മഹദി ഇമാം. അതൊരു രോഗമാണ്. രോഗം അതെ. മിശിഹ രോഗം ക്രിസ്ത്യാനികൾക്കുണ്ട്. അതിന് ചികിത്സ ഉണ്ട്. അതൊരു മാനസിക രോഗമാണ് മിശിഹ രോഗം. മിശിഹ വരാനായിട്ടുണ്ടെന്നാണ് ക്രൈസ്തവ വിശ്വാസം. അപ്പോൾ ഓരോരുത്തർക്കും തോന്നുന്ന എന്ത്? മിശിഹ ഞാനാണ്. അയാളെ സാധൂകരിക്കുന്ന അടയാളം ഉണ്ടാവും. ഓരോരുത്തർക്കും അവരവർക്ക് അടയാളം തോന്നിപ്പിക്കും പിശാച്ച്. അപ്പൊ അവന് തോന്നും ഞാൻ മിശിഹാണ്. അതേ രോഗം മുസ്ലിങ്ങൾക്ക് ബാധിക്കുന്നതാണ് എന്ത്? മഹദി രോഗം. 100% പിശാചാണ്. 100% പിശാചാണ്. 100% പിശാചാണ്. അത് അവരൊരിക്കലും അംഗീകരിക്കൂല. കാരണം അവര് കൊല്ലങ്ങളായി അവര് തെളിവെടുത്തിട്ട് ഞാൻ മഹദിയാണെന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളോട് തീരുമാനിച്ചുറപ്പിച്ചത് നമ്മളോട് പറഞ്ഞത്. പിന്നെ അങ്ങനെ അവര് അംഗീകരിക്കാം? പിശാചിന്റെ ഉദ്ദേശം ഒരു വ്യക്തിയെ നശിപ്പിക്കുക. പല പേർക്കും നശിപ്പിക്കുമല്ലോ. ഒരുത്തന് പല നിലക്കും. ഇപ്പൊ ഒരു നിസ്കാരം ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണെന്ന് സങ്കല്പിക്കുക. പിന്നെ ഒരു നിസ്കാരം തുടങ്ങി, കുറച്ച് നിസ്കാരം ഒക്കെ തുടങ്ങിയാൽ പിന്നെ നിന്നെ നന്നാക്കും. ഇതുവരെ ശൈത്താൻ നിന്നെ നാശാക്കി, നീ ശൈത്താൻ നിന്നെ നന്നാക്കി നാശാക്കും. എങ്ങനെ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പെങ്ങളെ കുട്ടിക്ക് വൈകുന്നേരം ഒരു കരച്ചിലുണ്ടായത്. ആ കരച്ചിലുണ്ടായപ്പോൾ ഉമ്മ പറഞ്ഞ്, അല്ലെങ്കിൽ പെങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ ആരോ പറഞ്ഞു, അല്ലെങ്കിൽ ഇജ്ജെന്നെ പറഞ്ഞ്, നിങ്ങളൊരു ഗ്ലാസ് വെള്ളം എടുത്തു, ഞാൻ ഊതി തരാം ജ്യോതി. കുട്ടി അതോടുകൂടെ തന്നെ സ്വിച്ചിട്ട മതി കരച്ചിലം നിർത്തി. ആരായി കരച്ചിൽ നിർത്തിയതിൻ്റെ പിന്നിൽ? ശൈത്താന്. അതോടുകൂടെ എനിക്ക് തോന്നുകയാണ് എന്ത്? ജോലിയായി. ഇതിന്റെ പിന്നൊക്കെ ശൈത്താനാ. പിശാജ് ഇതുവരെ കള്ളു കുടിക്കുകയാണെങ്കിലും നിനക്ക് കിബിറില്ല. ഇപ്പൊ നിസ്കരിച്ചപ്പോ ആരായി? ഇബ്ലീസായി. ഇബ്ലീസ് കള്ളു കുടിച്ച ചരിത്രം എവിടെയും കാണില്ല. കിബിറുള്ള ചരിത്രം പുറത്തു പറയണ്ട. എന്താ പറഞ്ഞേ? എടാ, ഇബ്ലീസ് കള്ളു കുടിച്ചു. ഇബ്ലീസ് കള്ളിങ്ങനെ കുടിച്ച് ലെക്ക് കേട്ടിട്ടാണ് ആകാശത്തൂടെ കാലി ലാമൽഫാക്കി നടന്നിരുന്നത് എന്നതിനെ എവിടെയെങ്കിലും രേഖണ്ടു? ഇല്ല. ഇബ്ലീസ് ഒരിക്കലും കള്ളു കുടിച്ചില്ല. കള്ളു കുടിക്കാൻ പറഞ്ഞേ ഉള്ളൂ. എന്ത് ചെയ്തില്ല? കാഫിറാഗ് എന്ന ആളോട് വന്ന് പറയും പിശാച്. ഇപ്പം കാഫിറായാൽ ഖാല, പിശാച് പറയും ഇന്നി ബരിഉം മിൻക, പോയത്തക്കാരാ, ഞാൻ പറഞ്ഞു കേട്ടിട്ട് കാഫിറായത്. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, എനിക്ക് പഠിച്ചോനെ പേടിയാ, ഞാൻ കാഫിറാ. മനസ്സിലായില്ല? എന്താ ഇവന് ചെയ്യാ? ഇബ്ലീസ് ഒരിക്കലും നിരീശ്വരവാദിയല്ല. ഇബ്ലീസ് ആരാണ് പറയടോ? ഈശ്വരവിശ്വാസി. മനുഷ്യനോട് വന്നിട്ട് എന്ത് പറയും? കാഫിറാഗ് എന്ന് പറയും. പിശാചിന്റെ ദുർബോധനം കേട്ട് ഇവനെങ്ങാനും കാഫിറായാൽ ഖാല, പിശാച് പറയും ഇന്നി ബരിഉം മിൻക, എന്നോടുള്ള എല്ലാ ബന്ധവും ഞാൻ ഒഴിവാക്കി. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, എനിക്ക് റബ്ബുൽ ആലമീനായ പഠിച്ചോനെ പേടിയാണ്. പോയത്തക്കാരനല്ലേ, ജിന്റെ വാക്കിട്ട് എങ്ങനെ ജി കാഫിറാൻ പാടുണ്ടോ? ഞാനങ്ങനെ ബന്ധം പറയില്ലേ? മനസ്സിലാണ്ട് പറഞ്ഞത്. ഇതാണ് ആരുടെ സ്വഭാവം. അവിടെ ഒരുത്തനോട് അങ്ങനെ പറയും, ഒരുത്തനോട് ഇങ്ങനെ പറയും. ഹബീബ നബി പറഞ്ഞേ, ഒരാൾ മുസ്ലിം ആകാൻ വേണ്ടി ഉദ്യമിക്കുമ്പോൾ അടുത്ത് പറയും, മുസ്ലിമാണ് എന്തിനാ? നന്റെയും എന്റെ ബാപ്പാന്റെ ഒക്കെ പഴയ മതമൊക്കെ ഒഴിവാക്കിയിട്ട് എവിടേക്ക് പോവുകയാണ്? ഒരാള് ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി ഉദ്യമിക്കുകയാണെങ്കിൽ ഹബീബ നബി പറയാ, ഈ മക്കാരുടെ പാഗൻ മത ചിന്തകളെ, വിശ്വാസങ്ങളെ, പൈശാചികതയെ ഒഴിവാക്കി നേരായ മാർഗത്തിലേക്ക് ഒരാൾ വരികയാണ് എങ്കിൽ അവിടെ പിശാചി അവന്റെ അടുത്ത് ഹാജരായിട്ട് എന്ത് പറയും? നീ ജനിച്ച മതം, നിന്റെ പിതാക്കളുടെ മതം നീ ഉപേക്ഷിക്കുകയാണോ? എന്തിന്? അവിടെ പിശാചിനെ അകറ്റിയവന് മാത്രമേ മുസ്ലിമാകാൻ കഴിയൂ. പിന്നെ മുസ്ലിമായി ഞാൻ ഈ മദീനത്തേക്ക് ചേർ പോകണം. അപ്പോൾ വീണ്ടും പിശാച് വരും. എന്റെ ഭൂമി ഒഴിവാക്കണം. മുസ്ലിമായി ആയിക്കോട്ടെ, ഞാൻ നിസ്കരിച്ച് ഇവിടെ കൂടിയാ പോലെ, നീ വന്ന് മുസ്ലിമായി എന്നെത്തിയിട്ട് മദീനത്തേക്ക് കൊണ്ടുവരാം. പിന്നെ നീ എങ്ങോട്ടാ പോകുന്നത്? നിനക്ക് പരിചയമുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്.
മദീനത്ത് പോയാൽ അവിടെ പനിയാണ്. പിന്നെ വരാൻ പറഞ്ഞാളാ മനസ്സിലായില്ല. മദീനത്ത് പോരുന്നവർക്കൊക്കെ എത്രക്കൊക്കെ മലപ്പനിയാ. ഞാൻ ഇന്നലെ അന്വേഷിച്ചു നോക്കി. അപ്പൊ അവിടെ ചെന്നവർക്കൊക്കെ പനിയാ. എന്തിനാണ് ആ പനി പോയി ചേർന്ന് അവിടെ മനാസാഹു? ഇവിടെ ഇവന് ജലദോഷം പിടിക്കണീനെ പേടിച്ചിട്ടല്ല പറയണത്. ഇവനെന്ത് കിട്ടാൻ പാടില്ല, ഇവനെ ഇജറാൻ പാടില്ല. ഇജറ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തെക്കാൾ വലിയ അമലല്ലേ? എന്തിനേക്കാളും വലിയ അമലാണ് എന്ത്? ഹിജറ. ഇവിടെ ഇസ്ലാമാകാൻ തടയാൻ കഴിഞ്ഞില്ല, ആ സ്റ്റെപ്പ് കയറി. പിന്നെ ഹിജറ തടയും. നീ ഹിജറയായി മദീനയിൽ വന്നു, പിന്നെ നബിയോട് കൂടെ യുദ്ധത്തിന് വേണ്ടി വന്നു. അപ്പോഴും വരും തുക്കത്തിൽ. എനിക്ക് മനസ്സിലാക്കട്ടെ ചോദിക്കാം, യുദ്ധത്തിന് പോവുക ആകെ 3.5 ഫൂട്ടുള്ള ഈജൊക്കെ യുദ്ധക്കളത്തിൽ ഇറങ്ങിയാൽ ഫത്തുക്കത്തിൽ ആദ്യം എന്നെ കറങ്ങില്ല. ഒരിക്കൽ വാളിന്റെ മൂർച്ച പരിശോധിക്കാൻ ഒരാളെ കിട്ടാൻ നിൽക്കുക. എന്നെ കച്ചിന്ന് വീശുമ്പോ എന്റെ ജീവൻ പോകും. ഫത്തുക്ക ഹമ്രത്തുക്ക. എടാ ഇജ്ജാടെ ജീവൻ പോയാൽ ഈ പമ്പറന്നോളെ വേറെ ആൺകുട്ടികൾ കിട്ടിക്കൊണ്ടുവരും. സ്വന്തം ഭാര്യ നിങ്ങൾ സ്വന്തം ഇന്നലെ നിങ്ങളെ രാത്രി കൂടെ കടന്നുറങ്ങിയ പെണ്ണുങ്ങളെ വേറൊരാൾ കെട്ടുമെന്ന് പറഞ്ഞാൽ ഓളോട് നമ്മൾ എന്ത് ചൂടായാലും ഓളെ വേറൊരാൾ കെട്ടാറിയാൽ നമുക്കവിടെ സങ്കല്പിക്കാൻ കഴിയില്ല. അപ്പം പറയുന്ന പിന്നെ ഫോണില്ല. ഇനി ഇവിടെ വരുന്നത് ആരാ? പിശാചല്ലേ വരുന്നത്. അമ്മോശാക്ക, അമ്മായിമ്മ, ഇക്കാക്ക, ഓല തലയിൽ മറ്റും കയറും. നിങ്ങൾ ഈ ശൈത്താൻ വരുന്ന ഞങ്ങളെന്താ വിചാരിച്ച് അസ്സലാമു അലൈക്കും ഞാൻ ശൈത്താനാ? അങ്ങനെ അതല്ല. ഇവിടെ വരില്ലാരാ? അമ്മോശാക്ക. നമ്മളെ ലാത്തനെ ഉസ്സനെ ആരാധിക്കുന്ന ആളാന്ന് വിചാരിച്ചില്ല ഞാൻ ഇപ്പൊ ഇവിടെ കെട്ടിച്ചെന്ന്. ഇവളിപ്പോ നിനക്ക് മതിയാരിപ്പം പറഞ്ഞോളാണ്. നിങ്ങൾ ഇത്ര സന്തോഷിച്ചല്ലേ കഴിഞ്ഞുകൂടിയുന്നത്. എന്നിട്ടിപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിച്ച് മുഹമ്മദിന്റെ മതത്തിലേക്ക് പോവുക. സ്വല്ലല്ലാഹു. അത് വന്ന് ഇനി ആരാ പറയാ? അമ്മോശാക്ക പറയും, അളിയൻ പറയും. പിന്നെ അങ്ങനെ മുസ്ലിമാക്കണേ പെങ്ങളെ ഞാൻ നാളെ രാവിലെ ഇവിടെ കൊണ്ടു നോക്കും. അപ്പം അമ്മ പറയും ഓളവിടെ നോട്ടെ, ഇവിടെ വന്നാൽ സ്വൈരക്കേടുകൊണ്ട് ജീവൻ പോകും മനുഷ്യന്മാരെ, ഓളവിടെ നിർത്താൻ പറ്റൂല. അപ്പോൾ പിന്നെ നമ്മൾ നാട്ടുകാരോട് എന്ത് പറയും? എനിക്ക് മുസ്ലിമാണെന്നുണ്ടായിന്, പക്ഷെ ആളി അവിടെ പെങ്ങളെ കൊണ്ട് നോക്കും പറഞ്ഞപ്പോൾ പിന്നെ ഞാനവിടെ ഒതുങ്ങിയതാ. പെങ്ങളല്ല എൻ്റെ പെങ്ങളെയും കൂടെ കൂടെ നോക്കിയാലും നിനക്ക് വണ്ടി ഇവിടെ ഞാൻ മുസ്ലിമാവുന്നു പറഞ്ഞവന് മാത്രമേ അവിടെ എന്താകാൻ പറ്റുള്ളൂ, മുസ്ലിമാവുള്ളൂ. അത് കഴിഞ്ഞ് ഹിജ്റ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് യുദ്ധം അങ്ങനെയാണ്. അവിടെ പിശാചിനോട് ഇതിനായാൽ മാത്രമേ മുസ്ലിമാകാൻ കഴിയുള്ളൂ, ഹിജ്റ ആകാൻ കഴിയുള്ളൂ. യുദ്ധത്തിനോട് ഇതൊക്കെ വേറെ ആളുകളാവെന്ന് പറയാം. മനസ്സിലാണ് പറഞ്ഞത് തന്നെ. ഇപ്പം ചോദിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. മനുഷ്യനെ നശിപ്പിക്കുക. ഓരോ രംഗത്തും അതാത് സംഗതികളെ പറയാം. ഓരോന്നും. ഒരാൾക്ക് മക്കയിൽ മുസ്ലിമായിട്ടുണ്ട്, പക്ഷെ അവനവിടെ ഒരു കച്ചവടം ഉണ്ട്. നീ അവൻ ആ കച്ചവടം ഒഴിവാക്കി മദീനയിലേക്ക് പോകാൻ വരുമ്പോൾ അവനോട് എന്താ പറയാ? ഇപ്പം അത്യാവശ്യം കഴിഞ്ഞു ഓടുന്നില്ല, എങ്ങായി മുസ്ലിം അങ്ങനെ മുസ്ലിമുമായി. ഇപ്പം ഇതും കുറ്റിമറിച്ച് പോയാൽ ഇത് കുറേ കണക്ക് തെണ്ടി തരോടി ഒരു പൈസ ഇല്ലാതെ കടന്നവനല്ലേ. നീ മദീനത്ത് പോയാൽ അങ്ങനത്തെ കച്ചവടം കിട്ടുമോ? മദീനക്കാർക്ക് ഈ ജാതി കച്ചവടം ഉണ്ടാവും. എന്തിനു പോണു? അപ്പോൾ അവനവിടെ കുടുങ്ങും. അവൻ ആലോചിക്കൂല ഭൂതകാലം 10 വയസ്സല്ലാതെ അങ്ങോട്ട് കൂടെ നടന്നൊരു കാലം അവന് മക്കയിലുണ്ടായിരുന്നു. ഇപ്പോൾ തൽക്കാലം പച്ച പിടിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിട്ട് പോയാൽ മദീന ഒന്നും കിട്ടാല്ല. അവിടെ അള്ളാനെ തവക്കുലാക്കിയവനെ മറ്റേ എന്ത് പറ്റുള്ളൂ? ഹിജ്റ കഴിയുള്ളൂ. അള്ളാനെ തവക്കുലാക്കിയവനെ യുദ്ധത്തിനും കഴിയുള്ളൂ. ഒക്കെ അല്ലേ, എല്ലാം അള്ളാഹുവാണ്. അള്ളാഹിനെ ഏൽപ്പിക്കണം. മുഅ്മിനായ മനുഷ്യൻ അങ്ങനെയാണ്. കരയാണ് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. കരയ എന്തിനാ കരയ? യുദ്ധക്കളത്തിൽ മരിക്കാത്തതിന്. ഒരു സ്ഥലം പോലും ആ മനുഷ്യന്റെ ശരീരത്തിലില്ല. വാളിന്റെ വെട്ടോ കുന്തത്തിന്റെ കുത്തോ കിട്ടാത്ത ഒരു സ്ഥലം ആ മനുഷ്യന്റെ ശരീരത്തിലില്ല. ആരുടെ? ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. കരയ മരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തോളൂ. എവിടുന്ന് മരിച്ചില്ല? യുദ്ധക്കളത്തിൽ മരിച്ചില്ല. അതൊക്കെ പറഞ്ഞ് മനസ്സിലായില്ല. അത്ഭുതം. ആ മനുഷ്യന്റെ ശരീരത്തിൽ വാളുകൊണ്ടുള്ള വെട്ടോ കുന്തം കൊണ്ടുള്ള കുത്തോ കിട്ടാത്ത ഒരു ശരീര ഭാഗം ആ മനുഷ്യന്റെ ശരീരത്തിൽ ഇല്ല. എന്നിട്ട് എവിടെ മരിച്ച്? മനസ്സിലായില്ല. അതൊക്കെ മുറി ഉണങ്ങി നല്ല നിലക്ക് ജീവിച്ച് കുറെ കാലം കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ കിടന്ന് വയ്ക്കുക. അപ്പൊ കരയ. എന്താ കരയാൻ കാരണം? എനിക്ക് എവിടുന്ന് മരിക്കാൻ കഴിഞ്ഞില്ല, ഷഹീദായി യുദ്ധക്കളത്തിൽ നിന്ന് മരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഒരു മനുഷ്യൻ ഇതൊക്കെ മനുഷ്യൻ ചിന്തിക്കണം. യുദ്ധത്തിന് പോയതുകൊണ്ട് മരിക്കൂല, യുദ്ധത്തിന് പോകാത്തതുകൊണ്ട് മരിക്കാതിരിക്കൂല. മരിക്കുമെന്ന് വിചാരിച്ചിട്ട് യുദ്ധത്തിന് പോകാതിരിക്കുന്ന ദിവസമായിരിക്കും ഈത്തപ്പന പൊളിഞ്ഞു വരുന്നത്. മനസ്സിലായില്ല?
മരിക്കുമല്ലോ എന്ന് വിചാരിച്ചാൽ യുദ്ധത്തിന് പോയിട്ടില്ല എങ്കിൽ ഓന്റെ സ്വന്തം വീട്ടുമുറ്റത്ത് തലയെ കൂടെ വീട്ടവരോട് ചാടും. അതിന് മാത്രം യുദ്ധരിക്കുമ്പോൾ അപ്പൊ ഇതൊന്നും മനസ്സിലായി. മഹ്ദി ഇമാമിനെ പറഞ്ഞപ്പോൾ അതൊക്കെ വന്നത്. മഹ്ദി ഇമാം എന്ന് പറഞ്ഞ നേതാവാണ്. ഒന്ന്, നാം ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ആറാം ഇന്ദ്രിയം തുറന്നു കൊടുക്കുന്ന വിജ്ഞാനമുണ്ടാവും. പൊതുസദസ്സുകളിലെ വിജ്ഞാനകാലം അവസാനിച്ചു എന്നാണ് പറഞ്ഞതിനർത്ഥം. അതിൻ്റെ അർത്ഥം അതിൻ്റെയും അർത്ഥം എന്തല്ല, നമ്മൾ വയറിന് പോകണ്ടെന്നല്ല. ഇമാമിനും ഇൽമില്ല, മനസ്സിലായില്ല. ഇമാം ഗസാലിക്ക് ഇൽമാനെന്ന് തോന്നുന്ന ഒരു ഇൽമില്ല എന്നേ ഉള്ളൂ. നമുക്ക് ഇൽമാനെന്ന് തോന്നുന്ന ഇൽമില്ല എന്നല്ല. എന്നൊക്കെ തിരിഞ്ഞിട്ടില്ല. അവിടെ ഏത് ഇൽമില്ല പറമോനെ, ഏത് ഇൽമില്ല പറ ഏത് ഇൽമില്ല? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ അത് ഇൽമാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഇൽമ് ആ കാലത്ത് നഷ്ടപ്പെട്ടു. നമുക്ക് മതിയായതുണ്ടാവും, പക്ഷെ അതുകൊണ്ട് എന്ത് നടക്കൂല, ഒരു പുരോഗതിയും സമൂഹത്തിന് ഉണ്ടാവില്ല. കാരണം അത്ര ഊർജം ആ വിജ്ഞാനത്തിന് ഇല്ല. ഇന്നത്തെ വിജ്ഞാനത്തിന് തന്നെ ഇല്ല. ഒന്നും നടക്കൂല. എന്ത് നടക്കണം? എന്താ നടക്കുക? ഒന്നും നടക്കൂല. അതേ സമയത്ത് ഇമാം മഹ്ദി വന്നാൽ എല്ലാം നടക്കും. നേതാവാണ്. കുല്ലു മുയസ്സറു ഷർലിട്ടോ പറഞ്ഞപ്പോഴാണ് ഇത് വേറെ വിഷയം മാറ്റി. കുല്ലു മുയസ്സറു ലിമാ ഖുലിഖ ലഹു, ഒരാളെ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനോ അത് അയാൾക്ക് എളുപ്പമായിരിക്കും. എന്നെ പഠിച്ചത് പണ്ടാരിയാകാനാണ് എങ്കിൽ ഈ ബാപ്പ പറയാതെ തന്നെ ബാപ്പ പണ്ടാരി ആണ് എങ്കിൽ പോലും അതൊന്നും നോക്കാതെ ഈ വാരിട്ട മഞ്ഞൾ കൃത്യരിക്കും, ഈ വാരിട്ട മുളക് കൃത്യരിക്കും, ഈ വാരിട്ട ഉപ്പ് കൃത്യരിക്കും, ഈ ഒഴിച്ച എണ്ണ കൃത്യരിക്കും, ഈ പറഞ്ഞ വെള്ളം കൃത്യരിക്കും, ഈ ഇട്ട ഇറച്ചി ചോറും 1-ാം നമ്പർ ബിരിയാണി ഇറങ്ങും. എന്തുകൊണ്ട്? കുല്ലു മുയസ്സറു ലിമാ ഖുലിഖ ലഹു, ഒരാളെ എന്തിന് പടക്കപ്പെട്ടോ അയാൾക്ക് അത് എളുപ്പമായിരിക്കും. ഓനല്ല പഠിച്ചത് ദുബായിൽ സൂപ്പർ മാർക്കറ്റ് ഓണറാകാനാണ്. ഓൻ്റെ ബാപ്പ പണ്ടാരിയാണ്. പണ്ടാരി മകനൊപ്പം നിർത്തി പഠിക്കുകയാണ്. എന്നിട്ട് ഒറ്റക്കര് എന്ത് ചെയ്തു, ഒരു ബിരിയാണി വെക്കാൻ കാണിച്ചു കൊടുത്തപ്പോൾ ആ ബിരിയാണി തൊള്ളെ കൊടുത്തൊന്നാൻ പറ്റില്ല. അതിൽ ബാപ്പ പടിയെടുത്തു തല്ലാൻ. നിന്റെ ജീവൻ പോകാനായി നീ കുടുംബം പോറ്റേണ്ടത് ഇതാണല്ലോ അമുക്കെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പാഞ്ഞ് ബോംബെയൊക്കെ കള്ളവണ്ടിയായി പിന്നെ അങ്ങോട്ട് വന്നില്ല. പിന്നെ ദുബായിൽ പോയി ജോലി ചെയ്ത് സൂപ്പർ മാർക്കറ്റ് ഇട്ട് അതിൻ്റെ ഓണറായിട്ടാണ് തിരിച്ചു വന്നത്. എന്തുകൊണ്ട്? എന്തോ ഒരു കൗമാണ്. എന്തുകൊണ്ട്? ഓന് നിശ്ചയിച്ചത് അതാണ് ഓനെളുപ്പം. സൂപ്പർ മാർക്കറ്റിന് ആരും അവനോട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്ത് നിങ്ങൾ ഇവിടെ ഉണ്ടായാലും ഇവിടെ കച്ചവടം നടക്കുള്ളൂ. കുല്ലു മുയസ്സറു ലിമാ ഖുലിഖ ലഹു, ഒരാളെ എന്തിന് പഠിച്ചോ അയാൾക്കത് പറടാ എളുപ്പമായിരിക്കും. മഹദിക്ക് നീതി നടപ്പാൻ എളുപ്പമായിരിക്കും. നെഞ്ഞുമാർ ഇത്ര ഒരു 17 സെന്റിമീറ്റർ ഉണ്ടായതുകൊണ്ട് മഹദി ഇമാമാവൂല. ഇപ്പൊ ഓന്താ ഇയാൾ പറയാണ് എന്ത് പറ 4 ദിക്റും ചൊല്ലി നെഞ്ഞത്ത് 4 രോമം മുളച്ചാ പറഞ്ഞ് തോന്നുകയാണ് ഞാൻ ആരാണ്. അയ്യേ എന്റെ പോന്തായി ഇത്ര വലിപ്പുണ്ടല്ലോ ഈ ജാഹില്. മഹദി ഇമാമ എന്തിനാ വരുന്നത്? നെഞ്ഞത്ത് ഇത്ര പിന്നെ ചവനപ്രാശം കുടിച്ചു വരിക. മഹദി ഇമാമ എന്തിനാ വരുന്നേ? മഹദി ഇമാമിന് നിങ്ങളത്ര നെഞ്ഞ വീതി ഉണ്ടായിക്കോളന്നില്ല. മഹദി ഇമാം നീതി ഉറപ്പിലാക്കാൻ കഴിയും. ഈ നെഞ്ഞു വീതിയൊക്കെ ഉണ്ടായി നിങ്ങൾ പറഞ്ഞ കാട്ടി എവിടെ നടങ്ങളൊക്കെ കയറി വന്ന് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരാൾക്ക് അള്ളാഹു വെച്ചത് അയാൾക്കത് എളുപ്പമായിരിക്കും. അതിന് നെഞ്ചുവീതിന്റെ ആവശ്യമില്ല. നെഞ്ചുവീതി ഉണ്ടായതുകൊണ്ട് നീതി ഉറപ്പിലാക്കാനോട്ട് കഴിയൂല. ആ മനുഷ്യന് വെച്ചത് എളുപ്പമായിരിക്കും. മഹദിമാവ് നീതി നടപ്പി അനീതിയുടെ കൊട്ടാരം തകർന്നാണ് വീഴും ആ മനുഷ്യനെ കണ്ടാൽ തന്നെ. അതാണ് മഹദി. അല്ലാതെ മഹദിയാകാനുള്ള യോഗ്യത നെഞ്ഞത്ത് 4 മുടി രോമം കൂടുതൽ മുളക്കലല്ല. രാത്രി ഇരുന്നാൽ തഹജ്ജുദ് നിസ്കരിക്കലല്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരുത്തൻ്റെ അമ്മ എന്നോട് വന്നാണ് പറഞ്ഞു, ബാല്യക്കാരൻ്റെ അമ്മ എന്നോട് വന്ന് പറഞ്ഞു, എൻ്റെ മകന് തഹജ്ജുദും നിസ്കാരവും വലിയ കാര്യമാണ്. ഇപ്പൊ രാവും പകൽ നിസ്കരിക്കാൻ. എന്തേ? ഓനൊരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട്. ഓളെ കിട്ടാൻ വേണ്ടി തഹജ്ജുദ് നിസ്കരിച്ചത് വരുന്ന ആളാണ് ഏതോ ഉസ്താദ് പറഞ്ഞു. അപ്പൊ പിന്നെ അയിമ കൂടി മര്യാദ 5 നിസ്കരിക്കാത്തവനാണ് ഇപ്പൊ എന്തമ്മ കൂടിയത്. ഓനെ ഉദ്ദേശമുണ്ട് ഓളെ കിട്ടണം. 4 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ മഹദിക്ക് തഹജ്ജുദ് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. നിസ്കരിക്കൂല എന്നല്ല, മഹദിയാണ്. അതിന് തഹജ്ജുദിന് ആവശ്യമില്ല.
ഇമാം മഹദി ഇമാം മഹദിയാണ്. മനസ്സിലായേ? അവർ തഹജ്ജുദ് നിസ്കരിച്ചാലും മഹദി ഇമാമാണ്, നിസ്കരിച്ചില്ലെങ്കിലും മഹദി ഇമാമാണ്. കുല്ലു മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു. അയാളെ എന്തിന് സൃഷ്ടിക്കപ്പെട്ടോ അത് അയാൾക്ക് എളുപ്പമായിരിക്കും. ഇതൊരു ഭയങ്കര അടിസ്ഥാന റസൂലുള്ളാഹിന്റെ വാക്കാണ്. ഇത് ഹദീസാ. ഈ ഹദീസ് വളരെ ഒരു എന്തൊരു വാക്കുമില്ലാതെ വെച്ചു കൊടുക്കുക. ഒരാളെ എന്തിന് പടക്കപ്പെട്ടോ അയാൾക്കത് എളുപ്പമായിരിക്കും. ഒരു പരിയിൽ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നു. ആ പെണ്ണും ആ പെരക്കാർക്ക് തോന്നി നമുക്ക് ഒരു മുതൽ കിട്ടിയതാണ്. ഇവൾക്ക് തോന്നി എന്ത് എനിക്കും ജീവിച്ചു പറക്കാം, എമ്പാടും ഈ പരമതി. എന്തുകൊണ്ട്? എന്താ ഈ രണ്ട് ചിന്ത യോജിക്കാൻ കാരണം? ഈ പരിയിൽ ഈ കുടുംബത്തിൽ മരുമോളായി പാർക്കാൻ അല്ലാഹു തആല ഇവളെ നിശ്ചയിച്ചിട്ടുണ്ട്. അതെന്നെ കാരണം. ആ കുടുംബവും കൂട്ടത്തിലും ബന്ധത്തിനെല്ലാം ഈ പെണ്ണിന് വലിയ ഇഷ്ടമായിരിക്കും. പിന്നെ തൊണ്ടിയായ കാലത്തും ആ പരിന്റെ എവിടെയെങ്കിലും മൂലക്കണ്ടായാൽ മതി, ആ കുടുംബം നല്ല കിടക്കും. എന്തേ അങ്ങനെയല്ലേ? നേരെ മറിച്ച് ഇതേ പരേക്ക് ഇനി വേറെ മരുവോള് വരും, വന്നാളെ അന്നെ ഓൾക്ക് വന്നു. അമ്മായിമാർക്കും തോന്നുന്നു ഞമ്മക്ക് എന്തോ പേച്ചു, എന്ത് എനിക്ക് പറ്റിയ പൊരെന്നേന്ന് മറ്റൊരുത്തി വിചാരിച്ചോടത്താണ് ഇവള് വന്നിട്ട് എന്ത് തോന്നുന്നത്? എന്ത് ഞാൻ ആദ്യം തന്നെ ഈ പൊര കണ്ടിരുന്നെങ്കിൽ ഇതിന് ഞാൻ മൈക്കൂലല്ലോ. എന്തുകൊണ്ട്? അവൾ ആ കുടുംബത്തിന് പറ്റിയ പെണ്ണ് അല്ല. അത് 2 ആഴ്ച നമുക്ക് തൊലാക്കാവും. കുല്ലു മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു. ഒരാളെ എന്തിന് പടച്ചോ അത് അയാൾക്കത് എളുപ്പമായിരിക്കും. അത് ഭയങ്കര ഇത് മറക്കരുതിട്ടാ. ഒരാളെ എന്തിന് പടച്ചാലും അയാൾക്കത് എളുപ്പമായിരിക്കും. എന്തിന് പഠിച്ചാലും, എന്തിന് ഏതിനെന്നില്ല, എന്തിനും അത് എളുപ്പമായിരിക്കും. സ്കൂളിൽ എങ്ങനെ ടീച്ചർ എന്താ പറയുക, ടീച്ചർ ക്ലാസ് എടുക്കുമ്പോഴും ഒരുത്തങ്ങനെ മുട്ടുണ്ടെങ്കിൽ ഓൻ ചെണ്ടക്കാരനായിരിക്കും. ഓനത് എളുപ്പം. ഓൻ ഏതെങ്കിലും വല്ല സൂഫി ഗായകൻ്റെ പിന്നാലെ എന്തിനു പോവും? ചെണ്ടോട്ടാൻ പോകും. ഓനത് എളുപ്പമാണ്. മക്കാലം മറ്റൊരുത്തൻ ചെണ്ടമുട്ടലേക്ക് കൊക്കാലം വരെ മുട്ടിയിട്ടില്ല. ഓനതിൻ്റെ ആളാവില്ല, ഓൻ വേറൊന്നിൻ്റെ ആളാവും. കൊല്ലും മുയസറിലിമാക്കൂലിക്കലോ. മഹദി ഇമാമ് നീതി നടപ്പിലാക്കാൻ എളുപ്പമായിരിക്കും. നീതി ഈ ലോകത്ത് കിട്ടാത്ത സാധനമാണ്. എന്ത് നീതി? അത് മഹദി ഇമാം വരുമ്പോൾ കിട്ടും. അതാണ് മഹദിയുടെ പ്രത്യേകത. എന്തുകൊണ്ട്? മഹദിയുടെ ബാപ്പയാണ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഫഇന്നക മിഹ്റാബുൽ വജൂദ് എന്ന് പറഞ്ഞത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയും. ഇത് പറഞ്ഞാൽ തീരാത്ത വിഷയമാണ്. റസൂലുള്ളാഹിനെ തൊട്ട് ഒന്ന് ജയിക്കും. ഫലഫ്തു ലഹു ബിറാദ് ഇന്നി ഉഹിബ്ബുഹു ബിദാദൻ സഫിയൻ ഫഹുവ നഹ്ജി വമൗദിഖി ഫഇന്നക മിഹ്റാബുൽ വജൂദി വവജൂഹ വഇന്നക ബാബുൽ വസ്ലി ലിൽമുതഹഖഖി വഇന്നക മിഹ്റാബുൽ വജൂദി. വജൂദിന്റെ മെഹ്റാബാണ്. അതായത് ആ മെഹ്റാബിൽ നിന്ന ആളാണ്. ലോകം മുഴുവനും ഏത് സൃഷ്ടിയും നിങ്ങളെ ബാക്കിലാണ്. അതുകൊണ്ട് റസൂലുള്ള സൃഷ്ടാവൂല, സൃഷ്ടിയിൽ ആദ്യത്തെ ആളൊന്നേ വരുള്ളൂ. റസൂലുള്ള അഹമ്മദാണ്. അഹമ്മദി എന്ന പേര് അല്ലാഹു തആലക്കില്ലല്ലോ. അഹമ്മദി എന്ന ആ വാക്കിനെ വ്യാഖ്യാനിച്ചപ്പോൾ ഒരു വിഡ്ഢി പറയാ, ഒരു പമ്പര വിഡ്ഢി പറയാ, എന്ത് ഇയാളിപ്പോൾ പഠിച്ചോനാക്കും കേട്ടോ. അഹമ്മദി എന്ന വാക്ക് അള്ളാന്റെ പേരല്ലല്ലോ, സൃഷ്ടിന്റെ പേരല്ലേ. അഹമ്മദ് ആയതുകൊണ്ട് എങ്ങനെയാ അഫ്ലാവുക? അഹമ്മദി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിനെ, ഖാലിഖായ റബ്ബിനെ ഏറ്റവും പ്രശംസിച്ചവൻ. ഇത് സൃഷ്ടിയുടെ ഗുണമല്ലേ, ആരെ ഗുണമല്ല, സൃഷ്ടാവിന്റെ ഗുണമല്ലല്ലോ. പിന്നെ എങ്ങനെ പടച്ചോനാണ്? പമ്പര വിട്ടി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ആദ്യത്തെ ആളാണ്. പറഞ്ഞിട്ട് നിങ്ങൾക്ക് പടച്ചോനെന്ന് തോന്നും, പടച്ചോനൊന്നുമല്ല. ഒരു പുൽക്കുടിന്റെ തുമ്പ് പടക്കാൻ കഴിയാത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ. ഖിയാമത്ത് നാൾ വരെ. അത് സൃഷ്ടിയുടെ ബാധ്യതയല്ല. സൃഷ്ടിയുടെ ബാധ്യത എന്താ? സ്രഷ്ടാവിനെ പ്രശംസിക്കുക, ഉൾക്കൊള്ളുക. അതിൽ ആദ്യത്തെ ആൾ മുഹമ്മദ് മുസ്തഫയാണ്. ഇനി ഇതിലെന്താ പ്രശ്നം? സൃഷ്ടിക്കൊരു പുൽക്കൊടി തുമ്പ് പടക്കാൻ ബാധ്യത ഉണ്ടോ? പരമോനെ ഉണ്ടോ? അങ്ങനെ പടച്ചു നന്നാ അവിടെ ശിർക്കൊന്നു പഠിച്ചിട്ടില്ല. സൃഷ്ടിക്ക് എന്തുള്ള സ്രഷ്ടാവിനെ പരമാവധി ഉൾക്കൊണ്ട് പ്രശംസിക്കാം. ഏത് ആരാധനയും പ്രശംസയാണ്. ഒരു ആരാധനയുടെ ഉള്ളിൽ പ്രശംസയില്ലെങ്കിൽ അതൊരു ഒറിജിനൽ ആരാധന തന്നെയല്ല. പ്രശംസയുടെ പിന്നിൽ ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടാവും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങളിവിടെ ഇന്ന് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ വലിയ ഒരു കാര്യവും പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾ അതിന് വലിയ കാര്യത്തെ കണ്ടെത്തും. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ. ഇനി അത് തിരിച്ചാണെങ്കിലോ, നിങ്ങളോട് വന്നു നോക്കി പോകാൻ വേണ്ടി വന്നതാണ് എങ്കിൽ നിങ്ങൾ എത്ര വലിയ വാക്ക് പറഞ്ഞാലും നിങ്ങൾക്കതൊരു വലിയ കാര്യമായി തോന്നൂല. ഏതൊരു പ്രശംസയുടെയും അടിസ്ഥാനം, പ്രശംസ ഒറിജിനലാണെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്ത് വേണം? സ്നേഹം വേണം, ഇഷ്ടം വേണം. അള്ളാഹിനോട് ഏറ്റവും ഇഷ്ടമുള്ള ആൾ മുഹമ്മദ് മുസ്തഫയാണ്. അള്ളാഹിനെ ഏറ്റവും അറിഞ്ഞ ആൾ മുഹമ്മദ് മുസ്തഫയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പൊ അഹമ്മദിയത്ത്, അതാണ് അഹമ്മദിയത്ത്, അതാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് അസ്ബഖു വ അക്സറു ബിൽ ഹംദിലില്ലാഹ്, ഏറ്റവും കൂടുതലും ഏറ്റവും ആദ്യമായും അള്ളാഹുവിനെ ഉൾക്കൊണ്ട് പ്രശംസിച്ചത് മുഹമ്മദ് മുസ്തഫയാണ്. ഫൽ ജമീഉ വറാഅഹു, എല്ലാം നബിയുടെ ബാക്കിലാണ്. അപ്പൊ നബിക്ക് എന്ത് പേര് വന്നു? അഹ്മദ്. മനസ്സിലായോ പറഞ്ഞത്? അതിന് മീമുണ്ട്, മീമ് മഖ്ലൂഖിന്റെ മീമാക്കിയാൽ അഹദാവും. അഹ്മദിൽ നിന്ന് മീം മാറ്റി അഹദായി. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അതായത് അഹമ്മദ് അഹദിനോട് ഏറ്റവും അടുത്ത ആളാണ്, അഹദല്ല. പക്ഷെ അഹദിനോട് ഏറ്റവും മഖ്ലൂഖിന്റെ മീമുണ്ട്, അതുകൊണ്ട് ഖാലിഖും മഖ്ലൂഖും ഒന്നാവില്ല. പക്ഷെ അഹദിനോട് ഏറ്റവും അടുത്ത ആളാണ് ആര്? അഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അതിനൊക്കെ അപ്പുറത്ത് പറയാനില്ല. പിന്നെ فإنك محراب الوجود ووجوها فإنك باب الوصل للمتحقق. മിഹ്റാബാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അതുകൊണ്ട് റസൂൽ അങ്ങോട്ട് നോക്ക്, റസൂലാണ് ഖിബില, റസൂലാണ് ഖിബില. യഥാർത്ഥ ഖിബില എന്ന് പറഞ്ഞാൽ ആരാ? റസൂലാണ്. അള്ളാഹുവിലേക്കുള്ള ഖിബിലയാണ് മുഹമ്മദ്, കഅബയല്ല. കഅബ നബി കാണിച്ചത് കൊണ്ട് ഖിബിലയായതാണ്. അപ്പോൾ ഖിബിലയോ നബിയാണ്. നബി ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞപ്പോൾ ജനങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു, നബി ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ജനങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ ഖിബില ഏതാണ്? റസൂലാണ്. ഇനി രണ്ടും അല്ലാത്ത മൂന്നാമത്തെ സ്ഥലത്തേക്ക് നബി തിരിഞ്ഞിരുന്നെങ്കിലോ അങ്ങോട്ട് തിരിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തിരിഞ്ഞിക്കണിന് പകരം ആകാശത്ത് മലർന്നു കിടന്നിട്ടാണ് അവസാനം നിസ്കരിച്ചതെങ്കിൽ, അങ്ങനെ നിസ്കരിച്ചോളി കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ ഖിബില ആകാശമായിരിക്കും. അപ്പോഴും ആകാശമല്ല, കഅബയല്ല, ഒന്നുമല്ല. ഖിബില ആരാ? റസൂലാണ്. അതിനാണ് അന്തം ആണെന്ന് പറഞ്ഞത്. അന്തം. മനസ്സിലാണ്ട് പറഞ്ഞത്. കഅബ ഖിബിലയായത് എന്തുകൊണ്ട്? അതിലേക്ക് റസൂലുള്ള അവസാനത്തെ നിസ്കാരത്തിലും അവസാനത്തെ നിസ്കാരത്തിലും നബി അങ്ങോട്ട് തിരിഞ്ഞു. ഇല്ലെങ്കിൽ അത് ഖിബില ആവൂല. നമുക്ക് വലിയ കാര്യം കഅബയും അല്ല, നമുക്ക് റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയാണ് വലിയ ആള്. കഅബയെ പൊതിഞ്ഞു നിൽക്കുന്ന ഭൂമിക്ക് എന്താ പറയാ? ഹറം. അവിടെ ഒരാൾ ആയുധം എടുക്കാൻ പാടില്ല, ആണോ? അല്ലേ? അവിടെ ഒരാൾ ആയുധം എടുക്കാൻ പാടില്ല. ലോക ചരിത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ആയുധം എടുക്കാൻ ഒരാൾക്ക് ഹലാലാക്കി. എന്ത്? ആളതിനേക്കാൾ വലിയ ആളാണ്. തിരിഞ്ഞില്ല. ഇവിടെ നിങ്ങൾക്ക് ആയുധം എടുക്കൽ ഹലാലാണ്. ഒരാൾക്ക്, ഇബ്രാഹിം നബിക്ക് അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും ഇല്ല. ആർക്ക് മാത്രം? റസൂലുള്ളാഹി കയ്യിലെടുക്കാം. അല്ലാഹു അനുവാദം കൊടുത്തു. അപ്പോൾ നബിക്ക് ഹറമില്ലായി. പഴയ കാലം മുതലേ ജനങ്ങൾക്ക് ആയുധമെടുക്കാൻ ഒരാളും ആയുധമെടുക്കാത്ത, ഷിർക്കിന്റെ കാലത്ത് പോലും ജനങ്ങൾ ആയുധമെടുക്കാത്ത നാടാണേത്? മക്ക ഹറമ പരിസരം. എത്ര ബാപ്പാനെ കൊന്നവൻ ഹറമിൽ വന്ന് കയറിയാൽ ഈ ബാപ്പാന്റെ മകൻ എൻ്റെ മുന്നിലൂടെ നടക്കും, മിണ്ടൂല. ഓനെ പിന്നാലെ നോക്കി നടക്കും. എന്തിന്? ഹില്ലിക്ക് ചാടിട്ടുണ്ടോ? ഹറമിന്റെ പുറത്തേക്ക് ചാടി വിട്ടും. മനസ്സിലായില്ല? അങ്ങനെയൊക്കെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ബാപ്പാനെ കൊന്നവൻ ഒരാളുടെ ബാപ്പാനെ ഒരുത്തം കൊന്നിട്ട് ഹറമിൽ അഭയം തേടി. എന്നിട്ട് മക്കൾ തെരഞ്ഞു വന്നു എങ്ങോട്ട്? തെരഞ്ഞു. അപ്പൊ വേറെ കിട്ടി ഹറമിലുണ്ട്. ഹറമിൽ കൂടെ അങ്ങനെ നടക്കും. ബാപ്പാനെ കൊലയാളി നടക്കുമ്പോഴും നടക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഹറമിലാണ്. ഹറമ തൊടാൻ പറ്റില്ല. പിന്നാലെ കൂടും. എപ്പോഴെങ്കിലും ഹറമെന്ന് പുറത്തിരുന്ന കൊല്ലും, കിസാസ് എടുക്കും. അവിടെ ഇല്ല. അങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും ജനങ്ങൾക്ക് ആയുധമെടുക്കാൻ പാടില്ലാത്ത നാട്ടിലാണ് ഇവിടെ നിങ്ങൾക്ക് ഹില്ലാണ്. അങ്ങനെയുമാണ്. ഒരിക്കൽ അങ്ങനെയും ആക്കിയിട്ടുണ്ട്. എന്തേ? നിങ്ങൾ ഇതിന്റെ അപ്പുറത്തുള്ള ആളാണ്. ഇത് നിങ്ങൾ അങ്ങോട്ട് ഉപയോഗിക്കണം. അങ്ങനെയുണ്ടാവും. ആ നബിയിൽ ഒരാൾ ആ നബി കാരണം ഉള്ള ആദരവ് അതിൻ്റെ അപ്പുറത്താണ്. കഅബയെ ചുറ്റുവാർ ഖുതുബാനോരെല്ലാവരും കഅബ തവാഫന്നെ താൻ ചെയ്യുമെന്നോവർ. ഖുതുബീങ്ങൾ വരെ കഅബയെ വന്നിട്ട് തവാഫ് ചെയ്യും. ഇന്ന കഅബ ഇങ്ങോട്ടാ തവാഫ് ചെയ്യും. അദ്ദേഹം പറഞ്ഞത് മൊയ്തിമാൽ ഇപ്പോൾ നമ്മൾ ബോധാത്തോണ്ട് നിർത്തില്ല. നമ്മളൊക്കെ ഈ സുന്നി മൂല്യന്മാർ തന്നെ ഇപ്പോൾ മൊയ്തിമാൽ ഓതിയാൽ എന്ത് പറയും?
മൈതീൻ പേച്ചാലാന്ന് പറഞ്ഞു റളിയല്ലാഹു ഇത് പറയടാ പറഞ്ഞതൊക്കെ ഉള്ളിയാളെന്ന് പറഞ്ഞേ കഅബയെ തവാഫ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. കഅബയെ ചുറ്റുവാർ കുത്തുബാണോരെല്ലാരും കഅബ തവാഫ് എന്നെ താൻ ചെയ്യുമെന്നവർ എല്ലാവരും കഅബയെ അങ്ങോട്ട് തവാഫ് ചെയ്യും, കഅബ ഇനി അങ്ങോട്ട് തവാഫ് ചെയ്യും. എന്ത്? എന്നിലൊരാളുണ്ട് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ കാരണം. എന്നിലൊരാളുണ്ട്, ആ ആളെ പേടിക്കാത്ത ഒരു സൂചിക്കുത്തിന്റെ സ്ഥലം പോലും ഈ പ്രപഞ്ചത്തിലില്ല. അതാണ് മുഹമ്മദ് മുസ്തഫ. അതന്നെ കാരണം. അപ്പൊ റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയിട്ടാണ്. അതാണ് ചിന്തിക്കണം. അത് മനുഷ്യൻ ചിന്തിക്കില്ല. നമ്മളൊക്കെ ഇനിയിവിടെ വഹാബിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി വഹാബിയുടെ ആവശ്യം കേരളത്തിലില്ല. എന്തുകൊണ്ട്? സുന്നികൾ പറയുന്നതിൽ 90% വഹാബിസം. വയലിന്റെ 90% വഹാബിസമായ സ്ഥിതിക്ക് 90% എന്ന് ഞാൻ പറയാൻ കാരണം ഒന്ന് നില കിട്ടാൻ വേണ്ടിയിട്ടാണ്. 100% എന്നെനിക്ക് തോന്നാത്തത് കൊണ്ടല്ല. ഒന്ന് കാല് വെക്കാൻ നേരം കിട്ടിയിട്ടല്ല. ഒരാൾ 18 അടവും പഠിച്ചിട്ടും അളിയന്മാരെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയിട്ട് കയ്യും കാലും മുറിഞ്ഞു. അപ്പം എന്നോട് ചോദിച്ച് ഇങ്ങനെയൊക്കെ 18 അടവും പഠിച്ചിട്ടും അളിയന്മാരെ തന്നെ തല്ല് കൊണ്ടത്. അപ്പം പറഞ്ഞു തല്ലൂര് തുടങ്ങിയപ്പോൾ എനിക്ക് നിൽക്കാൻ നേരം കിട്ടിയില്ല. ചിന്തിക്ക്. ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി വഹാബികൾക്കോ അല്ലെ ഓഫീസിലൊക്കെ ചായയും കുടിച്ച് അങ്ങനെ എത്തിക്കുക. കാരണം അവർ പറഞ്ഞത് മുഴുവനും ഇനി സുന്നി മൗലവിമാർ പറയും. എന്തുകൊണ്ട്? ഒക്കെ വഹാബിയായിട്ടുണ്ട്. 90% സുന്നി മുസ്ലിംമാരുടെയും അവസ്ഥ പോക്ക് ഈ നിലക്കാണെങ്കിൽ ഒക്കെ പകുതി മുക്കാലും വഹാബിയൊക്കെ കഴിഞ്ഞിട്ടുമുണ്ട്. കാരണം അതൊന്നും അച്ഛനെ ഉൾക്കൊള്ളൂല. ഇവിടെ മുഹമ്മദിയത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ഒരു സംഗതിയുണ്ട്. അത് എന്തിൻ്റെയും മേലെയാണ്. അതിനെ ബഹുമാനിക്കാത്ത ഒരു സൃഷ്ടിയും ഈ പ്രപഞ്ചത്തിലില്ല. അത് നിന്നിലുണ്ടോ നിന്നെ ബഹുമാനിച്ചു. അതൊരാളിലുണ്ട്. സയ്യിദുനാ ഇമാം മഹ്ദി ഈസാ നബി വന്നാലും ഇമാമുക്കാൻ പറഞ്ഞാൽ ഇമാമത്തിക്കൂല. എന്തുകൊണ്ട്? ഇമാമുക്കും ഖൈറുലക്കും, ആ ആളാണ് ഖൈർ. എന്തുകൊണ്ട്? അതിൽ മുഹമ്മദിയത്തുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് റസൂലുള്ളാഹിന്റെ സ്വന്തം കുട്ടിയാ. ആര്? ഇമാം മഹ്ദി. ഈസാ നബിയോ? ഈസാ നബി റസൂലുള്ളാഹിന്റെ എന്താ പറയാ പറക്കാത്ത മോന, പിറന്ന മോനല്ല, പറക്കാത്ത മോന. റസൂലുള്ളാഹിന്റെ പറക്കാത്ത മോനാണ്. ആര്? പിറന്ന മോനും പറക്കാത്ത മോനും ഉണ്ട്. തിരിഞ്ഞില്ല. മനസ്സിലായില്ല. ഒരു പെണ്ണിനെ ഒരാൾ കിട്ടുമ്പോൾ അയാൾക്ക് ആ പെണ്ണിനെ നേരത്തെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ പേരാണ് എന്ത്? പെർക്കാത്ത മോന്. നീ പറഞ്ഞോല്ലടാ ബാക്കി. റസൂലുള്ളാഹിന്റെ മകനല്ല. ആര്? ഈസാ നബി. അപ്പൊ ആ ഒരു ഷറഫ് ഉണ്ടാവില്ല. പിന്നെ റസൂലുള്ളാഹിന്റെ പെണ്ണുങ്ങളെ മോനാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യയാണ് ആര്? മറിയം ബിബി റളിയല്ലാഹു അൻഹ. അവർക്ക് നേരത്തെ ഉണ്ടായ കുട്ടിയാണ് ആര്? ഈസാ നബി. അപ്പ അതിനേക്കാളും വലിയ ആള് ഇത് നബിയാണെങ്കിൽ നബി എന്നെ വലിയ ആൾ എന്നെ ഉറപ്പെന്നെ തെറ്റുമ്പോൾ തന്നെ എന്നാലും ചോര എവിടെയല്ലോ. ഈ വാക്ക് തന്നെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സിദ്ദീഖ് ഏറ്റവും വലിയ മകൻ തന്നെ. ഇപ്പം മഹ്ദി ഇമാമിനെ നമ്മൾ നബുവത്തിന്റെ മേലെയാക്കിയോ? ഇല്ല. പക്ഷെ രണ്ടാണ്. നബി എന്ന നിലയിൽ ഏറ്റവും മേലാര് തന്നെയാണ് ഈസാ നബിയാണ്. പക്ഷെ റസൂലുള്ളാഹിയുടെ ചോരയല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും മഹാനാണ്. പക്ഷെ നബിയുടെ ചോരയല്ല. നബിയുടെ ചോരയാണ് ആര്? സയ്യിദുനാ അലി. അൻത അഖീ ഫിദ് ദുനിയ വൽ ആഖിറ. എൻ്റെ സ്വന്തം സഹോദരനാണ് എന്ന് പറഞ്ഞത് മുത്ത് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാ പറഞ്ഞത്. നിന്റെ പരമ്പര നിന്റെ മുതുകിലായിരിക്കുന്നാണ് മുസ്തഫ നബി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ അലി റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞു എനിക്ക് വിഷയമല്ല. നിങ്ങൾ നെക്സ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു എനിക്ക് വിഷയമല്ല. ഞങ്ങളെ പള്ളിക്ക് ഇമാമാക്കാൻ വന്നാലല്ലേ എനിക്ക് പ്രശ്നമുള്ളൂ. ഞാൻ പറഞ്ഞാൽ നാട്ടുകാർ അറിഞ്ഞാൽ ഇന്ന ജോലിയിൽ നിന്ന് പിരിച്ചു കൊടുത്താൽ അതിന് അങ്ങനത്തെ ഒരു പേടി എനിക്കില്ല. ഞാനൊരു ഇമാമല്ല, മാമൂമാണ്. എന്താ പ്രശ്നം? അതേ സമയത്ത് സയ്യിദുനാ അലി എന്ന് പറഞ്ഞ ആളുടെ മാത്രം പറഞ്ഞാൽ തീരില്ല. അതിനേക്കാൾ വലിയ ആളല്ലേ സിദ്ദീഖ് റളിയല്ലാഹു. ഉറപ്പായിട്ടുമാണ്. പക്ഷേ റസൂലുള്ളാഹിന്റെ സഹോദരൻ. ഇതിപ്പോൾ ദാറുൽ ഖുർആനിലെ ഈ ക്ലാസ് റസൂലുള്ളാഹി അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ചോര ഇവിടെ ഉണ്ട്. എത്രയോ. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ചോരയോ? ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ചോരയോ?
അവരൊക്കെ വലിയവരെന്നെ. ഖിയാമത്ത് ഇനിയിപ്പോൾ ഈ മഹദി ഇമാമ വന്നിട്ട് നമ്മൾ രക്ഷപ്പെടുത്തും. സിദ്ദീഖ് റളിയല്ലാഹു കുട്ടിയല്ല, പിന്നെ അന്ന് കുട്ടിയാണ്. ആര് കുട്ടിയാണ്? റസൂലുള്ളാഹിന്റെ കുട്ടിയാണ്, എൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞത്. മിൻ്റെ ഫാത്തിമാൻ്റെ കുട്ടിയാണ്, എൻ്റെ കുട്ടിയാണ്. എൻ്റെ കുട്ടിക്ക് രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. മനസ്സിലായില്ലേ? കണ്ടാവിൽ ബൈത്തിനൊക്കെ നമ്മൾ ബഹുമാനിക്കും. എന്തുകൊണ്ട്? അവർക്ക് ഒരു വിവരമില്ലെങ്കിലും നമ്മൾ ബഹുമാനിക്കും. എല്ലാവരും ബഹുമാനിക്കും. അവർക്ക് ഒരു വിവരമില്ലാന്ന് നമുക്കറിയാം, എന്നാലും ബഹുമാനിക്കും. അവർ തനി ജഹിലാണ് പാടി നടക്കുന്നതെന്നും അറിയാം, എന്നാലും ബഹുമാനിക്കും. എന്തുകൊണ്ട്? അവരാരാണ്? റസൂലുള്ളാഹിന്റെ കുട്ടിയാണ്. റസൂലുള്ളയോ? റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ മെഹ്റാബാണ്. അപ്പോൾ അവർ ഉണ്ടല്ലോ. എനിക്ക് അന്തല്ലാത്ത കാലത്തൊക്കെ ഹൈദരലി ശിഹാബ് തങ്ങൾ അടുത്ത് ചെന്നാൽ അന്തല്ലാത്ത കാലത്ത് ഇങ്ങനെ ഒറ്റച്ചന്തി വെച്ച് സോഫയിലിരിക്കുമായിരുന്നു. അവസാന കാലത്ത് ഞാൻ അങ്ങനെ ഇരുന്നിട്ടില്ല. ഞാൻ തറയിൽ, തരിയും തറ, എല്ലാവരും ചവിട്ടി നടക്കുന്ന തറയിലല്ലാതെ ഞാൻ ഹൈദരലി ശിഹാബ് തങ്ങളെ മുന്നിൽ ഇരുന്നിട്ടില്ല. ജിഫരി മുത്തുക്കോയ തങ്ങളെ മുന്നിൽ ഇരിക്കില്ല. എന്തുകൊണ്ട്? അവർക്ക് റസൂലുള്ളാഹിന്റെ മക്കളാണ്. ഇന്നത്തെ ഉമ്മത്തിലെ ഏറ്റവും മികവുള്ളവരാണ്. അപ്പോൾ അവരെ ബഹുമാനിക്കില്ല നമുക്ക് കടന്മയാണ്. അവരെ വല്യപ്പ അള്ളാഹുവിൻ്റെ മെഹ്റാബാണ്, സൃഷ്ടികൾക്ക് മെഹ്റാബാണ്. മെഹ്റാബായി അള്ളാഹു നിശ്ചയിച്ച മെഹ്റാബാണ്. ആര്? പരമോനെ റസൂലുള്ളാഹ്. അവരെ വിട്ടത് മനസ്സിലായില്ല. മനുഷ്യന്മാർ ചവിട്ടി നടക്കുന്ന തറയിൽ പോയി കാര്യങ്ങൾ പറയും. കയറിയിരിക്കുന്ന കയറിയിരിക്കില്ല, താഴെ തന്നെ കാലുമ പിടിക്കും. പോരുന്നതിന് മുമ്പ് 2 കാല് കൂട്ടിപ്പിടിക്കും. ഹൈദരലി ശിഹാബ് തങ്ങളെ 2 കാലും കൂട്ടിപ്പിടിച്ച് എനിക്കൊണ്ട് ദ്വാരക്കണുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലാതെ അവസാനം പോലും ഞാൻ പിരിഞ്ഞിട്ടില്ല. ഞാൻ അങ്ങോട്ട് പിരിവില്ല. അധികം അള്ളാഹ് കൊണ്ട് പറയാണ്, റബ്ബിന് തരും. കാൽ 2 ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് പിന്നെ ആ കരിയും നിൽക്കുന്നുണ്ട് ദ്വാരക്കണം. എന്ത് റസൂലുള്ളാഹിന്റെ കുട്ടിയാണ്. ചിലപ്പോൾ അവർ നോക്കാത്ത കിതാബ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് നമ്മൾ അവരാവില്ല. മനസ്സിലായില്ല? അവർ നോക്കാത്ത കിതാബ് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരില്ലാത്ത സദസ്സിനെ പ്രസംഗിച്ചിട്ട് വലിയ വിവരം നേടാൻ ഒക്കെ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ താഴെയും അവർ മേലെയാണ്. എന്തുകൊണ്ട്? അവരെ വല്യപ്പ മെഹ്റാബാണ്. നമ്മൾ വല്യപ്പ ആരാന്ന് അല്ലാഹു അഅലം. സത്യല്ലേ? നമ്മൾ വല്യപ്പ. എൻ്റെ വാപ്പാൻ്റെ പേര് ഹംസ എന്നാണ്, അവരുടെ വാപ്പാൻ്റെ പേര് അഹമ്മദ് കുട്ടി എന്നാണ്. അവരുടെ വാപ്പാൻ്റെ പേര് രായ് എന്നാണ്, അവരുടെ വാപ്പാൻ്റെ പേര് അലി എന്നാണ്. അതിൻ്റെ വാപ്പാ എനിക്കറിയില്ല. അല്ലാഹു അഅലം. വാസുലുക്കും മിൻ ഖബ്ലു തീയമ്മനായിരുന്നു. എന്താ നമുക്കറിയില്ല. ഇവരെ വല്യപ്പ മുസ്തഫ നബിയ, അവരെ വല്യപ്പ സയ്യിദന ഇബ്രാഹിം നബിയ. അള്ളാഹുവിനെ ഉറച്ചു വിശ്വസിച്ചതിലൂടെയല്ലാതെ അങ്ങേ ഞാൻ കൊണ്ടുവന്നിട്ടേ ഇല്ല. എന്ത്? അള്ളാഹുവിനെ ഉറച്ചു വിശ്വസിച്ചവരിലൂടെ അല്ലാതെ അങ്ങേ ഞാൻ കൊണ്ടുവന്നിട്ടേ ഇല്ല. ഇങ്ങനെ ഇമാമിങ്ങളുണ്ട്. മലക്കുകളെല്ലാം ആദം നബിയുടെ നെറ്റിത്തടത്തിൽ എന്ത് കണ്ടു? റസൂലുള്ളാഹിന്റെ പ്രകാശം കണ്ടു, സുജൂദിൽ വീണു. മനസ്സിലായില്ലേ പറഞ്ഞത്? ആ പ്രകാശം കാണാൻ ഇബ്ലീസിന്റെ കണ്ണിന് കഴിഞ്ഞുവെങ്കിൽ സജദ ഖബലൽ മലായിക, മലക്കുകൾ സുജൂദിന് മുമ്പ് ഇയാൾ സുജൂദ്. മനസ്സിലായില്ല? ആദം നബിയുടെ നെറ്റിത്തടത്തിൽ റസൂലുള്ളാഹിയുടെ പ്രകാശം കാണാൻ ആർക്ക് കഴിഞ്ഞില്ല? ആർക്ക് കഴിഞ്ഞു? മലക്കുകൾ കഴിഞ്ഞു. അവർ സുജൂദ് ചെയ്തു. അവർ ഈ പ്രകാശത്തിലാണ് സുജൂദ് ചെയ്തത്. ആ പ്രകാശം വെറും മണ്ണല്ല, അത് മുഹമ്മദിയത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ ആദരിക്കപ്പെടുന്ന ഒന്നും ലോകത്തില്ല. ഒരു ക്ലാസ് കൂടി അതിനെപ്പറ്റി പറയാം.